Okay, good morning. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത സെക്ഷനിലോട്ടാണ് പോകുന്നത്. അടുത്ത ജോയിൻസ്. ഹെഡിങ് കൊടുക്കുക, ജോയിൻസ്. ഓക്കെ ഓക്കെ ഡെഫിനിഷൻ നോക്കാം. ദാറ്റ് ജോയിന്റ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ ബോൺസ് ഓർ കാർട്ടിലേജ്. ഓക്കെ, അതായത് ജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ ബോൺസ് മീൻസ് രണ്ട് എല്ലുകൾക്ക് രണ്ട് എല്ലുകൾ ചേരുന്ന ജോയിൻ ചെയ്യുന്ന സ്ഥലത്തെ അല്ലെങ്കിൽ രണ്ട് കാർട്ടിലേജസ് രണ്ടോ അതിൽ കൂടുതലോ കാർട്ടിലേജസ് ജോയിൻ ചെയ്യുന്ന ആ ഒരു സ്ഥലത്തെയാണ് ജോയിന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ പറയാം ജോയിന്റ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ ബോൺസ് ഓർ കാർട്ടിലേജ്. ഓക്കെ, അതായത് രണ്ടോ അതിൽ കൂടുതലോ എല്ലുകൾ ജോയിൻ ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ കാർട്ടിലേജസ് മീൻസ് തരുണാസ്ഥി. ബോൺ എന്ന് പറഞ്ഞ എല്ല്. ഓക്കെ, അതായത് രണ്ടോ അതിൽ കൂടുതലോ എല്ലുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ആ ഒരു ജംഗ്ഷനെയാണ് ജോയിന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കാർട്ടിലേജസും ആയിരിക്കാം. കാർട്ടിലേജസ് രണ്ടോ അതിൽ കൂടുതലോ കാർട്ടിലേജസ് കണക്ട് ചെയ്യുന്ന പരസ്പരം കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടിച്ചേരുന്ന ആ ഒരു ഭാഗത്തെയാണ് ജോയിന്റ് എന്ന് വിളിക്കുന്നത്. Is it clear? Joint is a junction between two or more bones or cartilage. Clear ആയോ? Definition clear ആയോ? Definition clear ആയോ? Please give response. Okay. The next point. Joints allow flexibility and movement of the skeleton and allow attachment between bones. Okay. അതായത് അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതാം. Okay. Joint allow flexibility. Joints സഹായിക്കുന്നതെന്നൊക്കെയാണ് ഇവിടെ ഈ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. Joints allow flexibility. Means joints flexibility നൽകാൻ സഹായിക്കുന്നുണ്ട്. Flexibility എന്ന് പറഞ്ഞാൽ ഒരു വഴക്കം. Okay. ഒരു വഴക്കം അല്ലെങ്കിൽ ഒരു അയവ് നൽകാൻ സഹായിക്കുന്നുണ്ട്. And movements of the skeleton. അതുകൂടാതെ തന്നെ സ്കെർട്ടന്റെ മൂവ്മെന്റിന് സഹായിക്കുന്നുണ്ട്. മീൻസ് എല്ലുകളുടെ മൂവ്മെന്റിന് അല്ലെങ്കിൽ അസ്ഥികളുടെ മൂവ്മെന്റിന് സഹായിക്കുന്നുണ്ട്. ആൻഡ് അലോ അറ്റാച്ച്മെന്റ് ബിറ്റ്വീൻ ബോൺസ്. അതുകൂടാതെ തന്നെ എന്താ പറയാ പരസ്പരം ബോൺസിനെ തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ പരസ്പരം ബന്ധിക്കാൻ അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ സഹായിക്കുന്നു ഉണ്ട്. ഒന്നുകൂടി പറയാം. ജോയിൻസ് അലോ ഫ്ലെക്സിബിലിറ്റി ആൻഡ് മൂവ്മെന്റ് ഓഫ് ദി സ്കെർട്ടൻ ആൻഡ് അലോ അറ്റാച്ച്മെന്റ് ബിറ്റ്വീൻ ബോൺസ്. അതായത് അസ്ഥികൾക്ക് എന്താ പറയാ ഒരു ഫ്ലെക്സിബിലിറ്റി നൽകാൻ. ഓക്കെ, ബോൺസിന് ഒരു ഫ്ലെക്സിബിലിറ്റി നൽകാൻ, ഒരു അയവ് നൽകാൻ അല്ലെങ്കിൽ ഒരു വഴക്കം നൽകാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂവ്മെന്റിനും സഹായിക്കുന്നുണ്ട്. മീൻസ് ചലനത്തിനും സഹായിക്കുന്നുണ്ട്. ദെൻ അലോ അറ്റാച്ച്മെന്റ് ബിറ്റ്വീൻ ബോൺസ്. അതുപോലെ തന്നെ ബോൺസിനെ തമ്മിൽ അറ്റാച്ച് ചെയ്യാനും സഹായിക്കുന്നുണ്ട്, പരസ്പരം കണക്ട് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. പോയിന്റ് ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക, സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ. സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതായത് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഘടനാപരമായിട്ട് ഇതിനെ എന്താ പറയാ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ജോയിൻസിനെ ഘടനാപരമായിട്ട് മീൻസ് രൂപപരമായിട്ട് എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നത് എന്നാണ് ഇനി പറയുന്നത്. ഓക്കെ, സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ ഹെഡിങ് കൊടുക്കുക. ഇൻ ദാറ്റ് ഫൈബ്രസ് ജോയിന്റ്, കാർട്ടിലേജിനസ് ജോയിന്റ് ആൻഡ് സൈനോവിയൽ ജോയിന്റ്. അങ്ങനെ 3 ജോയിന്റ്സ് ആണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ. സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഘടനാപരമായിട്ട് അല്ലെങ്കിൽ രൂപപരമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ഈ ജോയിന്റ്സിനെ തരംതിരിച്ചിരിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തത് ഫൈബ്രസ് ജോയിന്റ്, രണ്ടാമത്തത് കാർട്ടിലേജിനസ് ജോയിന്റ്, മൂന്നാമത്തത് സൈനോവിയൽ ജോയിന്റ്. എന്നിട്ട് പറയാം സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷനിൽ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. അതായത് ഫൈബ്രസ് ജോയിന്റ്, കാർട്ടിലേജിനസ് ജോയിന്റ് ആൻഡ് സൈനോവിയൽ ജോയിന്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? എന്നിട്ട് പറയാം ഫൈബ്രസ് ജോയിന്റ്, കാർട്ടിലേജിനസ് ജോയിന്റ്, കാർട്ടിലേജിനസ് ജോയിന്റ് ആൻഡ് സൈനോവിയൽ ജോയിന്റ്. ഇതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കുക, ഫൈബ്രസ് ജോയിന്റ്. മീൻസ് അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, ഫൈബ്രസ് ജോയിന്റ്. ഓക്കെ, ഫൈബ്രസ് ജോയിന്റ് ഫസ്റ്റ് പോയിന്റ്, പോയിന്റ് വൈസ് ആയിട്ട് എഴുതിക്കോ. ഫസ്റ്റ് പോയിന്റ്, the bones forming these joints are linked with tough, fibrous material
full stop. Such an arrangement often permits no movements. Okay, അതായത് ഫൈബ്രസ് ജോയിന്റ് ഫസ്റ്റ് പോയിന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് the bonds forming these joints are linked with tough fibrous material. അതായത് ഇവിടെയുള്ള ഈ ഫൈബ്രസ് ജോയിന്റ് ഫോം ചെയ്തിരിക്കുന്നത് അവിടെയുള്ള ജോയിന്റ്സ് അവിടെയുള്ള ആ ഒരു ജോയിന്റ്സ് ആണെങ്കിൽ ടഫ് ആയിരിക്കും മീൻസ് എന്താ പറയാ ഉറപ്പുള്ള രീതിയിലായിരിക്കും മീൻസ് കട്ടിയുള്ള രീതിയിലായിരിക്കും അതിന്റെ ഫൈബ്രസ് മെറ്റീരിയൽ കൊണ്ടായിരിക്കും ഫൈബ്രസ് മെറ്റീരിയൽ എന്ന നാര് പോലെയുള്ള മെറ്റീരിയൽസ് കൊണ്ടായിരിക്കും ഇത് നിർമ്മിച്ചിരിക്കുന്നത് ദ ബോൺസ് ഫോമിങ് ദിസ് ജോയിന്റ്സ് അതായത് ഫൈബ്രസ് ജോയിന്റിലുള്ള ബോൺസ് ഓക്കെ ഫൈബ്രസ് ജോയിന്റിലുള്ള ബോൺസ് ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ടഫ് മീൻസ് ഉറപ്പുള്ള അതുപോലെ തന്നെ ഫൈബ്രസ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കും മീൻസ് വളരെ കട്ടിയുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള നാര് കൊണ്ടായിരിക്കും ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ ക്ലിയർ ആയോ ദ ബോൺസ് ഫോമിങ് ദിസ് ജോയിന്റ്സ് ആർ ലിങ്ക്ഡ് വിത്ത് അതായത് ഈ ഫൈബ്രസ് ജോയിന്റിലുള്ള ബോണുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നത് ഓക്കെ അവിടെയുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അവിടെയുള്ള ആ ബോൺസ് ഫോം ചെയ്തിരിക്കുന്നത് ടഫ് ആയിട്ടുള്ള ഫൈബ്രസ് മെറ്റീരിയൽ കൊണ്ടാണ് ഓക്കെ മീൻസ് ഉറപ്പുള്ള എന്താ പറയുക നാരുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് then such an arrangement often permits no movement അതുകൊണ്ട് തന്നെ ഈ ഒരു അറേഞ്ച്മെന്റ് എന്താണ് പലപ്പോഴും മൂവ്മെന്റ് സാധ്യമാക്കുന്നില്ല ഓക്കെ ചലനം സാധ്യമാക്കുന്നില്ല കാരണം എന്താണ് കട്ടിയുള്ളത് കൊണ്ടാണ് കട്ടിയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഓക്കെ ഒന്നുകൂടി പറയാം the bonds forming these joints are linked with tough fibrous material such an arrangement often permits no movement ഓക്കെ അതായത് ഫൈബ്രസ് ജോയിന്റ്സ് ഉള്ള ബോൺസ് തമ്മിൽ ഫോം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു കണക്ഷൻ ഫോം ചെയ്തിരിക്കുന്നത് ടഫ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഫൈബ്രസ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഉറപ്പുള്ള അല്ലെങ്കിൽ ഉറപ്പുള്ള നാരുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ ആ ഒരു അറേഞ്ച്മെന്റ് എന്താണ് പലപ്പോഴും മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ചലനം പ്രൊവൈഡ് ചെയ്യുന്നില്ല ക്ലിയർ ക്ലിയർ ആയോ ഓക്കെ ഇത് ഫസ്റ്റ് പോയിന്റ് ആണ് ഫൈബ്രസ് ജോയിന്റിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ദ ബോൺസ് ഫോമിങ് ദിസ് ജോയിന്റ്സ് ആർ ലിങ്ക്ഡ് വിത്ത് ടഫ് ഫൈബ്രസ് മെറ്റീരിയൽ ഓക്കെ അതായത് ഫൈബ്രസ് ജോയിന്റിലുള്ള ബോൺസിന്റെ തമ്മിലുള്ള കണക്ഷൻ അവിടെയുള്ള ആ ഒരു ലിങ്കേജ് മീൻസ് അവിടെയുള്ള ഒരു കൂടിച്ചേരൽ രണ്ട് ബോണുകൾ തമ്മിൽ കൂടിച്ചേർന്നാണ് ജോയിന്റ് എന്ന് ഓൾറെഡി പറഞ്ഞു അവിടെയുള്ള ഒരു കണക്ഷനെയാണ് ജോയിന്റ് എന്ന് വിളിക്കുന്നത് രണ്ടോ അതിൽ കൂടുതലോ ബോൺസോ കാർട്ടിലേജസ് ഒക്കെ പരസ്പരം കണക്ട് ചെയ്യുന്ന ആ ഒരു ജംഗ്ഷനെയാണ് ജോയിന്റ് എന്ന് വിളിക്കുന്നത് ഓക്കെ ഇവിടെയുള്ള ഈ ഫൈബ്രസ് ജോയിന്റിലുള്ള ആ ഒരു ജംഗ്ഷൻ കട്ടിയുള്ളതായിരിക്കും മീൻസ് കട്ടിയുള്ള നാരുകൾ കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത് ഉറപ്പുള്ള ഫൈബ്രസ് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഇത് പലപ്പോഴും എന്താ പറയാ ഒരു മൂവ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ചലനം പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇസ് ഇറ്റ് ക്ലിയർ ക്ലിയർ ആയോ ഓക്കെ നെക്സ്റ്റ് പോയിന്റ് for example comma the joints between the skull bones comma the sutures are completely immovable the sutures are completely immovable എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് okay for example the joints between the skull bones comma the sutures are completely immovable and the healthy tooth is cemented into the mandible by the periodontal ligament okay ഈ പോയിന്റ്സിൽ ഫൈബ്രസ് ജോയിന്റിനുള്ള എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി പറഞ്ഞു ഫൈബ്രസ് ജോയിന്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് ഓക്കെ അതുകൊണ്ട് തന്നെ ഇത് ജോയിന്റ്സ് ബിറ്റ്വീൻ ദി സ്കൾ ബോൺസ് ഓക്കെ സ്കൾ ബോൺസിലുള്ള ജോയിന്റ്സ് ഒരു എക്സാമ്പിൾ ആണ് ഓക്കെ സ്കൾ ബോൺസിന് ഇടയിലുള്ള ജോയിന്റ് സ്കൾ ബോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയോട്ടി ഓക്കെ ഈ തലയോട്ടിയിലെ ബോൺസിന് ഇടയിലുള്ള ജോയിന്റ് അതിനെ വിളിക്കുന്ന പേരാണ് സൂച്ചേഴ്സ് ഓക്കെ
അതായത് തലയോട്ടിയിലെ ബോൺസിന് ഇടയിലുള്ള ഓക്കെ അവിടെയുള്ള ആ ഒരു ജോയിന്റ്സിനെ വിളിക്കുന്ന പേരാണ് സ്യൂച്ചേഴ്സ്. ക്ലിയർ ആയോ? ഓക്കെ ആ സ്യൂച്ചേഴ്സ് ആ സ്യൂച്ചേഴ്സ് ഒരിക്കലും മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. മീൻസ് അവിടെ എന്താ പറയുക സ്കൾ ബോൺസിന് ഇടയിലുള്ള ആ ഒരു ജോയിന്റ്സ് ഒരിക്കലും മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആ കംപ്ലീറ്റ്ലി ഇമ്മൂവബിൾ ആണ്. ഓക്കെ ഒരിക്കലും അതിന് ചലിക്കാൻ പറ്റത്തില്ല. തലയോട്ടിക്കിടയിലുള്ള ബോൺസിന് തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു ജോയിന്റിനെ വിളിക്കുന്ന പേരാണ് സൂച്ചേഴ്സ്. ആ സൂച്ചേഴ്സ് ഒരിക്കലും എന്താണ് മൂവ് ചെയ്യത്തില്ല, ചലിക്കാൻ പറ്റത്തില്ല. And the healthy tooth is cemented into the mandible by the periodontal ligament. Okay അതുകൂടാതെ തന്നെയുള്ള ഒരു എക്സാമ്പിൾ ആണ് എന്താ പറയാ ഹെൽത്തി ആയിട്ടുള്ള ടൂത്ത് മീൻസ് പല്ലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മാൻഡിബിൾ എന്ന് പറഞ്ഞ ഒരു പോർഷനിലാണ്. ഓക്കെ മീൻസ് ആ എന്താ പറയുക മാൻഡിബിളിനെയും പല്ലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിഗമെന്റ് ഉണ്ട്, പെരിഡെന്റൽ ലിഗമെന്റ്. ഓക്കെ പെരിഡെന്റൽ ലിഗമെന്റ്. ഓക്കെ അതും ഒരിക്കലും മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ അതും മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ക്ലിയർ ആയോ? എന്നിട്ട് പറയാം ആൻഡ് ദി ഹെൽത്തി ടൂത്ത് ഈസ് സിമെന്റഡ് ഇൻ ടു ദി മാൻഡിബിൾ ബൈ ദ പെരിഡെന്റൽ ലിഗമെന്റ്. അതായത് മാൻഡിബിളിനും മീൻസ് താടിയൽ, മാൻഡിബിൾ എന്ന് പറഞ്ഞാൽ താടിയല്. ഓക്കെ താടിയലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് മാൻഡിബിൾ. ഓക്കെ ആ മാൻഡിബിളിനും അതുപോലെ തന്നെ ടൂത്ത് മീൻസ് പല്ലിനും ഇടയിലുള്ള ഒരു കണക്ഷൻ, ജോയിന്റിന്റെ കണക്ഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് പെരിഡെന്റൽ ലിഗമെന്റ്. ഓക്കെ അവിടെ ഒരിക്കലും മൂവ്മെന്റ് നടക്കുന്നില്ല. ക്ലിയർ ആയോ? പല്ലിനെ കറക്റ്റ് ആയിട്ട് മാൻഡിബിളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ലിഗമെന്റ് ഉണ്ട്, ഒരു ജോയിന്റ് ഉണ്ട്, അതിനാണ് പെരിഡെന്റൽ ലിഗമെന്റ് എന്ന് വിളിക്കുക. അവിടെ മൂവ്മെന്റ് ഇല്ല. ക്ലിയർ ആയോ? എക്സാമ്പിൾസ് ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. ഫോർ എക്സാമ്പിൾ ദി ജോയിന്റ്സ് ബിറ്റ്വീൻ ദി സ്കൾ ബോൺസ് ദി സൂച്ചേഴ്സ് ആർ കംപ്ലീറ്റ്ലി ഇമ്മൂവബിൾ. അതായത് സ്കൾ ബോൺസിന് ഇടയിലുള്ള ജോയിന്റ് മീൻസ് തലയോട്ടിക്കുള്ളിലെ എല്ലുകൾക്കിടയിലുള്ള ജോയിന്റ്, അതിനെ വിളിക്കുന്ന പേരാണ് സൂച്ചേഴ്സ്. ഓക്കെ അവിടെ ഒരിക്കലും മൂവ്മെന്റ് നടക്കുന്നില്ല. അതുകൂടാതെ തന്നെ ദ ഹെൽത്തി ടൂത്ത് ഈസ് സിമെന്റഡ് ഇൻ ടു ദി മാൻഡിബിൾ ബൈ ദി പെരിഡെന്റൽ ലിഗമെന്റ്. ഓക്കെ അതായത് ഹെൽത്തി ആയിട്ടുള്ള ടൂത്ത് മാൻഡിബിളുമായിട്ട് കണക്റ്റഡ് ആണ്, മീൻസ് അത് മാൻഡിബിളുമായിട്ട് യോജിക്കുന്നതാണ്. അവിടെ ഒരു ലിഗമെന്റ് ഉണ്ട്. ഓക്കെ മീൻസ് ജോയിന്റ് ഉണ്ട്. ഓക്കെ അതിനെ വിളിക്കുന്ന പേരാണ് പെരിഡെന്റൽ ലിഗമെന്റ്. മീൻസ് പല്ലിനെ മാൻഡിബിളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ജോയിന്റ് ഉണ്ട്, അതിനെ വിളിക്കുന്നതാണ് പെരിഡെന്റൽ ലിഗമെന്റ്. ആ ലിഗമെന്റിലും മൂവ്മെന്റ് നടക്കുന്നില്ല. Is it clear? Clear? Okay. Next point. The tibia and fibula in the leg are held together along their shaft by a sheet of fibrous tissue called the interosseous membrane. Okay. അതായത് ടിബിയനെയും ഫിബുലേനെയും അതായത് കാലിലെ പോർഷൻസ് ആണ്. കഴിഞ്ഞ സ്കെൽട്ടനിൽ പഠിച്ചായിരുന്നു ലോവർ ലിംസിലെ ഭാഗങ്ങളാണ് ടിബിയും ഫിബുലയും ഒക്കെ. നിങ്ങളുടെ ഇമേജിൽ കാണാം നിങ്ങൾക്ക്. കഴിഞ്ഞ സ്കെൽട്ടനിൽ പഠിച്ചതാണ് ടിബിയും ഫിബുലയും ഒക്കെ. മീൻസ് ലെഗിലെ ഭാഗങ്ങളാണ് ടിബിയും ഫിബുലയും ഒക്കെ. ഇതിനെ തമ്മിൽ പരസ്പരം താങ്ങി നിർത്താൻ അല്ലെങ്കിൽ ഇതിനെ താങ്ങി നിർത്താൻ സഹായിക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ഇൻട്രൂഷ്യസ് മെംബ്രെയിൻ. അതായത് ടിബിയേനെയും ഫിബുലേനെയും ലെഗിലെ ടിബിയേനെയും ഫിബുലേനെയും ഒക്കെ താങ്ങി നിർത്താൻ ഒപ്പം താങ്ങി നിർത്താൻ സഹായിക്കുന്ന ഒരു ഫൈബ്രസ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. മീൻസ് നാരുകൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്. ആ ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രോഷ്യസ് മെംബ്രെയിൻ. അവിടെ ഒരു മൂവ്മെന്റ് ഇല്ല, ആ ജോയിന്റിൽ മൂവ്മെന്റ് ഇല്ല. Then next point, the fiber means ആ ജോയിന്റിൽ എന്താ പറയുക മൂവ്മെന്റ് ഇല്ല, ബട്ട് എന്താ പറയുക ലെഗ്സിന് മൂവ്മെന്റ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം ഇൻട്രൂഷ്യസ് മെംബ്രെയിന് മൂവ്മെന്റ് ഇല്ല. The tibia and fibula in the leg are held together along their shaft by a sheet of fibrous tissue called the interosseous membrane. അതായത് കാലിലെ ഫിബുലേനെയും ടിബിയേനെയും ഒക്കെ തമ്മിൽ താങ്ങി നിർത്താൻ താങ്ങി നിർത്തുന്ന ഒരു പോർഷൻ ഉണ്ട്. മീൻസ് അതിന്റെ ഷാഫ്റ്റിനെ താങ്ങി നിർത്താൻ. ഷാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റങ്ങളെ, അഗ്രഭാഗങ്ങളെ അതിന്റെ എല്ലാം അഗ്രഭാഗങ്ങളെ താങ്ങി നിർത്താൻ സഹായിക്കുന്ന ഒരു കലയുണ്ട്. ഒരു ടിഷ്യൂ ഉണ്ട്, ഫൈബ്രസ് ടിഷ്യൂ.
ഫൈബ്രസ് ടിഷ്യൂ നാര് പോലെയുള്ളൊരു ടിഷ്യൂ ഉണ്ട്. ആ ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രോഷ്യസ് മെംബ്രെയിൻ. ക്ലിയർ ആയോ? The tibia and fibula in the leg are held together along their shaft by a sheet of fibrous tissue called the introitious membrane. Clear ആയോ? ഒന്നുകൂടി പറയാം. The tibia and fibula in the leg are held together along their shaft by a sheet of fibrous tissue. അതായത് കാലിലെ ടിബിയ ഫിബുല എന്നൊക്കെ പറഞ്ഞ ഭാഗം നിങ്ങൾക്ക് സ്കെൽട്ടനിൽ കാണാൻ സാധിക്കും. കഴിഞ്ഞ സ്കെൽട്ടനിൽ പഠിച്ചതാണ്. ഓക്കെ, കഴിഞ്ഞ പോർഷനിൽ പഠിച്ചതാണ്. ലെഗിലുള്ള ടിബിയ ഫിബുല ഇതിനെല്ലാം താങ്ങി നിർത്തുന്ന ഇതിന്റെ അഗ്രഭാഗങ്ങള് അതിനാണ് ഷാഫ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഈ അഗ്രഭാഗങ്ങളിൽ ഒരു എന്താ പറയാ ഫൈബ്രസ് ടിഷ്യൂ ഉണ്ട്. മീൻസ് നാരുകൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള കലയുണ്ട്. ഓക്കെ, അതിനെ വിളിക്കുന്ന ആ ഒരു ഫൈബ്രസ് ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രോഷ്യസ് മെംബ്രെയിൻ എന്ന് പറയും. ഓക്കെ, മീൻസ് ഈ ഫിബിയന്റെയും ടിബുലേന്റെയും എല്ലാം അഗ്രഭാഗങ്ങളിൽ ഒരു ഷീറ്റ് ഓഫ് ഫൈബ്രസ് ടിഷ്യൂ മീൻസ് എന്താ പറയാ നാരുകൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ടിഷ്യൂസ് ഉണ്ട്. ആ ടിഷ്യൂസിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രോഷ്യസ് മെംബ്രെയിൻ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, then this അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം. This fibrous joint allows a limited amount of movement and stabilizes the alignment of the bones. Okay, ഈ ഒരു ഫൈബ്രസ് ജോയിന്റ് ചെറിയ അളവിലുള്ള മൂവ്മെന്റ് സാധ്യമാക്കുന്നുണ്ട്. Okay, this fibrous joint allows a limited amount of movement. ചെറിയ അളവിലുള്ള ഒരു മൂവ്മെന്റ് സാധ്യമാക്കുന്നുണ്ട്. ലിമിറ്റഡ് ആയിട്ടുള്ള അളവിലുള്ള ഒരു മൂവ്മെന്റ് സാധ്യമാക്കുന്നുണ്ട്. ആൻഡ് സ്റ്റെബിലൈസസ് ദ അലൈൻമെന്റ് ഓഫ് ദി ബോൺസ്. ഇത് പ്രധാനമായിട്ടും സഹായിക്കുന്നത് ബോൺസിനെ തമ്മിൽ അതിനൊരു സ്റ്റെബിലൈസേഷൻ കൊടുക്കാനാണ്. മീൻസ് അതിനൊന്ന് ദൃഢീകരിക്കാൻ അല്ലെങ്കിൽ അതിന് ഒരു കട്ടി നൽകാനായിട്ടാണ് സഹായിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ താങ്ങി നിർത്താനായിട്ടാണ് പ്രധാനമായിട്ടും സഹായിക്കുന്നത്. ഒന്നുകൂടി പറയാം. This fibrous joint allows a limited amount of movement and stabilize the alignment of the bones. അതായത് ഈ ഫൈബ്രസ് ജോയിന്റ് ചെറിയ അളവിലുള്ള മൂവ്മെന്റ് സാധ്യമാക്കുന്നുണ്ട്. പ്രധാനമായിട്ടും എന്താണ് ബോൺസിന് ഇടയിലുള്ള അലൈൻമെന്റ് ദൃഢീകരിക്കാനാണ്, അല്ലെങ്കിൽ എന്താ പറയാ പരസ്പരം ബോണുകൾക്കിടയിലുള്ള ഒരു കണക്ഷന്റെ കട്ടി നൽകാനാണ് സഹായിക്കുന്നത്. Is it clear? ക്ലിയർ ആയോ? ഇത് ഇത്തിരി ടഫ് ആയിട്ടുള്ള വേർഡ്സുകളും എന്താ പറയാ സെന്റൻസുകളൊക്കെയാണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. കഴിഞ്ഞ പോർഷൻ പോലെയല്ല. ക്ലിയർ ആയോ? Is it clear? ഓക്കെ, ജോയിന്റ്സ് അതുപോലെ തന്നെ മസ്കുലർ സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇത്തിരി ടഫ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്. അതെല്ലാം എന്താ പറയാ അതിലെല്ലാം വേർഡ്സ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ കറക്റ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. ഓക്കെ, ഇത്രയാണ് ഫൈബ്രസ് ജോയിന്റ്. ഒന്നുകൂടി പറയാം. ഫൈബ്രസ് ജോയിന്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് the bones forming these joints are linked with tough fibrous material. Such an arrangement often permits no movement. അതായത് ഈ ഫൈബ്രസ് ജോയിന്റ് ഫൈബ്രസ് ജോയിന്റിന് ഇടയിലുള്ള ബോൺസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പോർഷൻ എന്താ പറയാ കട്ടിയുള്ളതും അതുപോലെ തന്നെ കട്ടിയുള്ള നാരുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള പലപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. Then next point പറഞ്ഞെങ്കിൽ for example the joints between the skull bones the sutures are completely immovable. അതായത് സ്കൾ ബോൺസിന് ഇടയിലുള്ള തലയോട്ടിക്കുള്ളിലുള്ള എല്ലുകൾക്കിടയിലുള്ള ആ ജോയിന്റിനെ വിളിക്കുന്ന പേരാണ് സ്യൂച്ചർ. ആ സ്യൂച്ചർ ഒരിക്കലും മൂവ് ചെയ്യാൻ സാധിക്കില്ല. എന്താ പറയാ ആ സ്യൂച്ചറിന് ഒരിക്കലും ചലനം പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ആൻഡ് ദി ഹെൽത്തി ടൂത്ത് ഈസ് സിമെന്റഡ് ഇൻ ടു ദി മാൻഡിബിൾ ബൈ ദി പെരിഡണ്ടൽ ലിഗമെന്റ്. അതുകൂടാതെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ടൂത്ത് മീൻസ് പല്ലുകൾ എന്താ പറയാ മാൻഡിബിൾ എന്ന് പറഞ്ഞ ഭാഗവുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, അവിടെയുള്ള ആ ഒരു ജോയിന്റിനെ വിളിക്കുന്ന പേരാണ് പെരിഡണ്ടൽ ലിഗമെന്റ്. അതും ഒരു എക്സാമ്പിൾ ആണ്. ഈ ഫൈബ്രസ് ജോയിന്റിന് ഒരു എക്സാമ്പിൾ ആണ്. ഇതൊന്നും പലപ്പോഴും എന്താണ് മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം കട്ടിയുള്ള നാരുകൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ഓൾറെഡി പറഞ്ഞു. Then next point പറഞ്ഞിരിക്കുന്നത് the tibia and fibula in the leg are held together along their shaft by a sheet of fibrous tissue
called the interosseous membrane. അടുത്തൊരു എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. ഇതൊന്നും കറക്റ്റ് ആയിട്ട് മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യാത്തതാണ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ വന്നിരിക്കുന്നത് ലെഗിലെ ടിബിയും ഫിബുലയും. ഓക്കെ, അതിനെ തമ്മിൽ താങ്ങി നിർത്തുന്ന ഒരു ഷീറ്റ് ഓഫ് ഫൈബ്രസ് ടിഷ്യൂ ആണ്. മീൻസ് അതിന്റെ അഗ്രഭാഗങ്ങൾ, ടിബിയന്റെ ഫിബുലേന്റെ ഒക്കെ അഗ്രഭാഗങ്ങളിൽ എന്താ പറയുക, ഒരു ഫൈബ്രസ് ടിഷ്യൂ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആ ഫൈബ്രസ് ടിഷ്യൂവിന്റെ ഷീറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻഡോഷ്യസ് മെംബ്രെയിൻ. ഓക്കെ, അതൊരു എക്സാമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. Then this fibrous joint allows a limited amount of movement. ഈ ഫൈബ്രസ് ജോയിന്റ് ആണ് എപ്പോഴും എന്താണ്, കുറഞ്ഞ അളവിലുള്ള ചലനം മാത്രമാണ് സാധ്യമാക്കുന്നത്. ഇത് പ്രധാനമായിട്ട് സഹായിക്കുന്നത് എന്താണ്, ബോൺസിനിടയിലുള്ള സ്റ്റെബിലൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനൊന്ന് കട്ടി നൽകാനാണ്, അല്ലെങ്കിൽ ദൃഢീകരിക്കാനാണ് പ്രധാനമായിട്ടും സഹായിക്കുന്നത്. ബോൺസിനുള്ള അലൈൻമെന്റിനെ ദൃഢീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കട്ടി നൽകാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ക്ലിയർ ആയോ? Is it clear? Okay. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് അടുത്ത ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. അനില, അനില, അനഘ. ഓക്കെ, ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെയാണോ? ഇത് മീൻസ് അസ്ഥികൾക്ക് മീൻസ് സ്കെലട്ടൻ. ഓക്കെ, സ്കെലട്ടന് ഫ്ലെക്സിബിലിറ്റി നൽകാന്, മീൻസ് അയവ് നൽകാന്, അതുപോലെ തന്നെ മൂവ്മെന്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചലിക്കാനും സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ അറ്റാച്ച്മെന്റിനും സഹായിക്കുന്നുണ്ട്. അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ബോൺസിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. ആദിത്യ, what are the classification? Cartilaginous joint, synovial joint, okay, mute ചെയ്തോ. ഷഹീർ, ഷഹീർ സി, ഷബാദ്, ഷബാദ്, ഗീതു. എനിക്ക് ഫൈബസ് ജോയിന്റ് പറ. മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഇത് കറക്റ്റ് ആയിട്ടൊരു മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ചെറിയ രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then example. അത് ഒരിക്കലും മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് ലിമിറ്റഡ് അളവിലുണ്ട്, അതൊരു എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, then next tibia. Interosseous membrane എന്ന് പറയും, അതും ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ, ക്ലിയർ ആയോ സ്റ്റുഡൻസ്? ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ കാർട്ടിലേജിനസ് ജോയിന്റ്. അടുത്ത ഹെഡിങ് കൊടുക്കാം, കാർട്ടിലേജിനസ് ജോയിന്റ്. Okay, in that first point, these joints are formed by a
pad of tough fibrocartilage that act as a shock absorber. These joints are formed by a pad of tough fibrocartilage that act as a shock absorber. Okay, അതായത് ഈ ജോയിന്റ്സ് രൂപം കൊണ്ടിരിക്കുന്നത് ഫോം ചെയ്തിരിക്കുന്നത് കട്ടിയുള്ള ഫൈബ്രോ കാർട്ടിലേജ് കൊണ്ടാണ്. ഓക്കെ, കട്ടിയുള്ള ഫൈബ്രോ കാർട്ടിലേജിന്റെ പാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെത്ത, ഓക്കെ, ഒരു മെത്ത പോലെ ആണ് രൂപം കൊണ്ടിരിക്കുന്നത്. ഫൈബ്രോ കാർട്ടിലേജ്, കട്ടിയുള്ള ഒരു ഫൈബ്രോ കാർട്ടിലേജിന്റെ മെത്ത കൊണ്ടാണ് അല്ലെങ്കിൽ മെത്ത പോലെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ആക്ട് ആസ് എ ഷോക്ക് അബ്സോർബർ. ഇത് എന്താണ്, ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഷോക്ക് അബ്സോർബർ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ആഘാതങ്ങളെ എല്ലാം എതിർക്കുന്ന ഒന്നായിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന എന്താ പറയുക പ്രതികരണങ്ങളെയെല്ലാം അബ്സോർബ് ചെയ്യുന്ന, മീൻസ് ആഗിരണം ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ പറയുക അതുമായിട്ട് റെസ്പോൺസ് ചെയ്യുന്ന ഒന്നായിട്ടാണ് നിലകൊള്ളുന്നത്. ഒന്നുകൂടി പറയാം. These joints are formed by a pad of tough fibrocartilage that act as a shock absorber. Okay, അതായത് കാർട്ടിലേജിനസ് ജോയിന്റ് രൂപം കൊണ്ടിരിക്കുന്നത് ടഫ് ആയിട്ടുള്ള കട്ടിയുള്ള ഫൈബ്രോ കാർട്ടിലേജ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ കൊണ്ടാണ്. ഇതൊരു മെത്ത പോലെയാണ് നിലകൊള്ളുന്നത്, ഒരു പാഡ് പോലെയാണ് നിലകൊള്ളുന്നത്. ഓക്കെ, ഇതൊരു ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഷോക്ക് അബ്സോർബർ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണം, മീൻസ് ആഘാതങ്ങളെല്ലാം എതിർക്കുന്ന, ഓക്കെ, അല്ലെങ്കിൽ പ്രതികരണങ്ങളെല്ലാം എതിർക്കുന്ന ഒന്നായിട്ടാണ് നിലകൊള്ളുന്നത്. ക്ലിയർ? ക്ലിയർ ആയോ? Is it clear? Okay. Next point. The joint may be immovable. The joint may be immovable as in the cartilaginous epiphyseal plates, which in the growing child links the diaphysis of long bone to the epiphysis. Okay, അടുത്ത പോയിന്റ്സ് പറഞ്ഞിരിക്കുന്നത് ദ ജോയിന്റ് മേ ബി ഇമ്മൂവബിൾ. ഇവിടെയുള്ള ജോയിന്റ് എന്താണ്? ഈ ജോയിന്റ് ഇമ്മൂവബിൾ ആണ്, മൂവ് ചെയ്യാൻ പറ്റാത്തതാണ്. ദ ജോയിന്റ് മേ ബി ഇമ്മൂവബിൾ. ഓക്കെ, ജോയിന്റ് ഇമ്മൂവബിൾ ആണ്, ചലിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. ആസ് ഇൻ ദ കാർട്ടിലേജിനസ് എപ്പിഫേസിയൽ പ്ലേറ്റ്സ് which in the growing child links the diaphysis of long bones to the epiphysis. Okay, ഈ പോയിന്റ്സ് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാർട്ടിലേജിന്റെ അതുപോലെ തന്നെ ഇമേജ് ഇട്ട് തരാം. ഓക്കെ, ജോയിന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഇമേജ് ഇട്ട് തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാകും. ഓക്കെ, ക്ലിയർ ആയോ? ഇന്ന് ഇമേജ് സെൻഡ് ചെയ്യാം, എന്നിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ക്ലിയർ? ഓക്കെ, ഫൈബ്രസ് ജോയിന്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്? ഓക്കെ, അപ്പോൾ ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ആയിരിക്കും. താങ്ക് യു.